British Acharya, English is my life. English ആകുന്നു എൻ്റെ ജീവിതം. What English can contribute in your personal life? It can give you a job, it can give you education, it can give you personality, it can give you beauty, it can give you admiration, it can give you fans, it can give you capability, it can give you confidence, it can give you peace of mind, it can give you energy, it can give you dignity, it can give you eligibility, it can give you a standard in public. That means English is just like oxygen. Can you live in this universe without oxygen? No, you can't. Same way, English is for our life. Now English speaking is as simple as distributing sweets. Do you have any doubt? If you have any, we will clear it. It's a promise of British Acharya. Hi friends, I want to tell a small story. തമിഴ്നാട്ടിൽ തിരുപ്പതിയിൽ കുറേ ഗണപതി ഭക്തരുണ്ട്. അവർ ഗണപതിക്ക് വേണ്ടി ഒരു കോവിൽ പണിയുവാൻ തീരുമാനിക്കുന്നു. ആ കോവിലിൽ വയ്ക്കുവാൻ ഒരു വിഗ്രഹം വേണം. അതിനായി ആ നാട്ടിലെ പ്രശസ്തനായ ഒരു ശില്പിയെ വിളിച്ചു വരുത്തി. ശില്പി വന്നു. ശില്പിയോട് അവർ സംസാരിച്ചു. ശില്പി പറഞ്ഞു, എനിക്ക് ആദ്യം വേണ്ടത് ഈ ശില്പം കൊത്തുവാനായിട്ട്, ഈ വിഗ്രഹം കൊത്തുവാനായിട്ട്, ഗണപതിയെ കൊത്തുവാനായിട്ട് എനിക്കൊരു കല്ല് വേണം. ശില്പിയെ ആ ഭക്തർ ഒരു കടൽ തീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശില്പി പറഞ്ഞു, യു ക്യാൻ ഗോ ബാക്ക്. ഞാൻ ഈ കല്ലുകളോട് ഒന്ന് സംസാരിക്കട്ടെ. എനിക്ക് ഈ കല്ലുകളുടെ അനുവാദമില്ലെങ്കിൽ അവരെ കൊത്തുവാൻ സാധിക്കുകയില്ല. ഭക്തർ തിരിച്ചുപോയി. ഈ ശില്പി കല്ലുകൾ തേടി ആ കടൽ തീരത്തിലൂടെ നടക്കുകയാണ്. അങ്ങനെ അവസാനം ഒരു കല്ല് കണ്ടെത്തി. ശില്പിയുടെ ബാഗിൽ നിന്ന് ശില്പി ഒരു ചുറ്റികയെടുത്ത് ആ കല്ലിൽ ഒന്ന് മുട്ടി നോക്കി. നല്ല ഉറപ്പുള്ള കല്ല്. ആ കല്ലിനോട് ശില്പി ചോദിക്കുകയാണ്, നിനക്കൊരു ഗണപതി ആകുവാൻ താല്പര്യമുണ്ടോ? നിനക്കൊരു ഗണപതി ആകണമോ എന്ന്. കല്ല് തിരിച്ചു ചോദിച്ചു, ഗണപതിയോ? അതെ. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നീ ഒരു ഗണപതിയായാൽ അതിന് നിനക്ക് സാധിക്കും. കല്ല് ചോദിച്ചു, നീ എങ്ങനെയാണ് എന്നെ ഗണപതിയാക്കുവാൻ പോകുന്നത്? നിന്നെ ഞാൻ എൻ്റെ പണിപ്പുരയിലേക്ക് എടുത്തുകൊണ്ടുപോകും. ആ പണിപ്പുരയിൽ നീ കുറച്ച് ദിവസങ്ങൾ എന്നോടൊത്തുണ്ടാകും. എൻ്റെ ചുറ്റിക കൊണ്ട് ഞാൻ നിന്നെ പ്രഹരിക്കും. ഉളി കൊണ്ട് ഞാൻ നിന്നെ നോവിക്കും. എന്നിട്ട് നിന്നിലെ ആവശ്യമില്ലാത്ത ഭാഗത്തെ ഞാൻ ഉടച്ചു മാറ്റും. എന്നിട്ട് നിന്നിൽ ഉറങ്ങിക്കിടക്കുന്ന സുന്ദരമായ ആ വിഗ്രഹത്തെ ഞാൻ പുറത്തെടുക്കും. നീ അതിന് തയ്യാറാണോ? അപ്പോൾ കല്ല് പറഞ്ഞു, നീ എന്നെ പ്രഹരിക്കുമ്പോൾ, ഉളി കൊണ്ട് കൊത്തുമ്പോൾ എനിക്ക് വേദനയ്ക്കല്ലേ? നിനക്ക് വേദനയ്ക്കും, പക്ഷേ അത് ദിവസങ്ങൾ മാത്രം. അത് കഴിഞ്ഞാൽ നീ ഒരു സുന്ദരമായ ഒരു ഗണപതിയാണ്. നിന്നെ വണങ്ങുവാൻ ആളുകൾ വരും. നിനക്ക് പുഷ്പാർച്ചന നടത്തും. നിനക്ക് പാലഭിഷേകം നടത്തും. നീ വരുന്നോ എൻ്റെ കൂടെ? നീയാണ് ഈ കല്ലുകളിൽ ഏറ്റവും യോഗ്യൻ. കല്ല് പറഞ്ഞു, എനിക്ക് വേണ്ട. അങ്ങനെ പ്രഹരമേറ്റിട്ട് എനിക്കൊന്നുമാകണ്ട. ഞാനിവിടെ ഇങ്ങനെ കിടന്നോളാം. ഒന്ന് മാറിത്തരൂ, ഒന്ന് പോയി തരുമോ എന്ന് ഈ ശില്പിയോട് കല്ല് പറയുകയാണ്. ശില്പി തിരിച്ചു പോകുന്നു. നിരാശനായി ശില്പി തിരിച്ചു പോകുമ്പോൾ തൊട്ടടുത്ത് കിടന്ന കല്ല് ശില്പിയെ വിളിക്കുന്നു. ഞാൻ അങ്ങ് പറഞ്ഞതൊക്കെ, അവനോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ മതിയോ നിങ്ങൾക്ക്? എന്നെ ഒന്ന് പ്രഹരിച്ചു നോക്കൂ. ഞാൻ ഉറപ്പുള്ളതാണോ ഒരു വിഗ്രഹമാകാൻ? ശില്പി ആ കല്ലിനെ പ്രഹരിച്ചു. നീയും ഉറപ്പുള്ളത് തന്നെ, നിനക്കാകണമോ എന്ന്. അപ്പോൾ കല്ല് പറഞ്ഞു, എനിക്കായേ തീരൂ. കാറ്റും മഴയും മറ്റുള്ളവരുടെ തുപ്പും ചവിട്ടുമേറ്റ് എത്ര വർഷങ്ങളായി ഈ കടൽ തീരത്ത് ഞാൻ കിടക്കുന്നു. ഒരു ശവമായി ഞാൻ കിടക്കുന്നു. എനിക്ക് മാറിയേ തീരൂ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകണമെന്ന്. ഈ ലോകത്ത് ശിവമായി ഇരിക്കുന്നവർ ശവമായി നടക്കുമ്പോൾ, ശവമായി എനിക്ക് ശിവമാകുവാൻ സാധിച്ചാൽ, മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിക്കുവാൻ സാധിച്ചാൽ, അതിൽ പരം വേറെ എന്തെനിക്ക് വേണം? അപ്പോൾ ശില്പി പറഞ്ഞു, നിനക്ക് വേദനിക്കും. ഞാൻ ചുറ്റിക കൊണ്ട് നിന്നെ പ്രഹരിക്കുമ്പോൾ, ഉളി കൊണ്ട് കൊത്തുമ്പോൾ, നിന്നിലെ ഭാഗങ്ങൾ അടർന്നു വീഴുമ്പോൾ നീ വേദന കൊണ്ട് പുളയും. പക്ഷേ അവസാനം നീ ഒരു വിഗ്രഹമാകും. നീ വരുന്നോ? കല്ല് പറഞ്ഞു, ഞാൻ വേദനിക്കുവാൻ തയ്യാറാണ്. അങ്ങനെ എടുത്താലും, അങ്ങനെ അങ്ങയുടെ പണിപ്പുരയിലേക്ക് എടുത്താലും എന്ന്. ദിവസങ്ങൾ ആ ശില്പി ആ കല്ലിനോടത്ത് ചിലവഴിച്ചു. ആ ശില്പിയുടെ ഉപകരണങ്ങളാൽ, ചുറ്റുകയാൽ, ഉളിയാൽ ആ കല്ലിൻ്റെ ആ വേണ്ടാത്ത ഭാഗങ്ങളെ ഉടച്ചു മാറ്റുകയാണ്. അങ്ങനെ ആ ഗണപതി തെളിഞ്ഞു വരുന്നു.
ആ ഉറങ്ങിക്കിടന്ന ഗണപതി ആ കല്ലിൽ നിന്നും തെളിഞ്ഞു വരികയാണ്. അറ്റ് ലാസ്റ്റ് ഇറ്റ് ഹാസ് ബിക്കം ഗണപതി. അങ്ങനെ അത് ഗണപതിയായി മാറുന്നു. ഭക്തർ ചെന്ന് കണ്ടു, എത്രയോ സുന്ദരമായ ഗണപതി. ഈ വാർത്ത നാടെങ്കും പരന്നു. നാനാദേശത്തു നിന്നും ആളുകൾ ഗണപതിയെ വണങ്ങുവാനെത്തി, പുഷ്പാർച്ചന നടത്തുവാനെത്തി, പാലഭിഷേകം നടത്തുവാനെത്തി. അങ്ങനെ ആ ഗണപതി പ്രശസ്തനായി. അവിടുന്നും ഇവിടുന്നും ആളുകൾ ഗണപതിയുടെ അനുഗ്രഹം തേടി എത്തുകയാണ്. ഗണപതിയെ കാണാൻ ക്യൂ നിൽക്കുകയാണ്. ഗണപതിയെ വണങ്ങുവാനായി തേങ്ങയുമായും ആൾക്കാരെത്തി. പക്ഷേ തേങ്ങ ഉടയ്ക്കുവാൻ സ്ഥലമില്ല. അതിനായി ഒരു കല്ലന്വേഷിച്ച് ഭക്തർ നടക്കുന്നു. അവർ കടൽ തീരത്തിലേക്ക് ചെന്നു. അവർ ആദ്യം കണ്ട കല്ല് അന്ന് തയ്യാറാവാതെ നിന്ന കല്ലിനെയായിരുന്നു. അവർ അവനോട് അനുവാദം ചോദിച്ചില്ല. നേരെ ആ കല്ലിനെ എടുത്ത് അവർ ആ വിഗ്രഹത്തിന് താഴെ വിരിച്ചു. ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ തേങ്ങയായി വന്ന ആളുകൾ ആ കല്ലിൽ എറിയുവാൻ തുടങ്ങി. എന്നിട്ട് ഗണപതിയെ വണങ്ങുകയാണ്, ഗണപതിയെ മാലയണിയിക്കുകയാണ്, ഗണപതിക്ക് പാലഭിഷേകം നടത്തുകയാണ്. ആ കല്ലിൽ എറിഞ്ഞുകൊണ്ട് ആ രാത്രി ആ കല്ല് ഗണപതിയോട് ചോദിച്ചു, നീ എന്നെ അറിയുമോ എന്ന്. ഗണപതി പറഞ്ഞു, ഞാൻ നിന്നെ അറിയും. നീ എൻ്റെ അരികിൽ എത്ര നാളുണ്ടായിരുന്നു? ആ കാറ്റും മഴയും കൊണ്ട് നീ എൻ്റെ അരികിൽ എത്ര നാളുണ്ടായിരുന്നു? ഇപ്പോൾ എനിക്ക് എന്താണ് ഇങ്ങനെയൊരു വിധി? എല്ലാവരും എന്നെ എറിയുന്നു, നിന്നെ വണങ്ങുന്നു. ഞാനും നീയും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ ഗണപതി പറഞ്ഞു, വളരെ വ്യത്യാസമുണ്ട്, വളരെ അന്തരമുണ്ട് ഞാനും നീയും തമ്മിലിപ്പോൾ. കാരണം ഞാനിന്ന് ഗണപതിയാണ്, നീ ഒരു വെറും കല്ല് മാത്രമാണ്. കൂട്ടുകാരാ, നീ എന്നേക്കായും ഉറപ്പുള്ളവനായിരുന്നു, നീ എന്നേക്കായും യോഗ്യനായിരുന്നു ഒരു ഗണപതിയാകുവാൻ. അതുകൊണ്ടാണ് ആ ശില്പി നിന്നെ ആദ്യം സമീപിച്ചത്. പക്ഷേ നിനക്ക് വേദനിക്കുവാൻ നീ തയ്യാറല്ലായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ ഒരു ശില്പി നിന്നോട് വന്ന് കെഞ്ചിയത്? ആകുവാൻ താല്പര്യമുണ്ടോ? കാരണം നീയായിരുന്നു ആ തീരത്തെ ഏറ്റവും മിടുക്കൻ. എന്നിട്ടും നീ തയ്യാറായില്ലായിരുന്നു. അത് കേട്ട് നിന്നോട് സംസാരിക്കുന്നത് കേട്ട ഞാൻ ഒന്ന് അപേക്ഷിച്ചു, ആ ശില്പിയോട് അപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വേദന കൊണ്ട് പൊളഞ്ഞു. ഒരു മാസത്തോളം അദ്ദേഹത്തിൻ്റെ ചുറ്റികയുടെ പ്രഹരം ഞാൻ ഏറ്റു, അദ്ദേഹത്തിൻ്റെ ഉളിയുടെ കുത്ത് ഞാൻ ഏറ്റു. പക്ഷെ ഇന്ന് നീ കണ്ടോ, എന്നെ വണങ്ങുവാൻ എൻ്റെ അനുഗ്രഹം തേടി ആയിരങ്ങളാണ് ഇവിടെ എത്തുന്നത്. അവരോരോരുത്തരും എന്നെ വണങ്ങുമ്പോൾ നീ പ്രഹരിക്കപ്പെടുകയുമാണ്. അപ്പോൾ കല്ല് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ആ ശില്പിയെ ഒന്ന് വിളിക്കൂ, ഞാനും ഗണപതിയായി നിന്റെ അടുത്തിരിക്കാം, എന്നെയും അവർ വണങ്ങട്ടെ എന്ന്. അപ്പോൾ ഗണപതി പറഞ്ഞു, അപ്പോൾ അവർ തേങ്ങ എവിടെ ഉടയ്ക്കും? അവർ എന്നെ വണങ്ങുമ്പോൾ തേങ്ങ എവിടെ ഉടയ്ക്കും? മൈ ഡിയർ ഫ്രണ്ട്സ്, there is no pain without gain. വേദനയുണ്ടെങ്കിലേ വിജയമുള്ളൂ, വേദനയുണ്ടെങ്കിലേ വിജയമുള്ളൂ. So, are you ready to take a little pain to become fluent in English? I see an Englishman in you. I see an English lady in you. Can I take that Englishman out? Can I take that English lady out? നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ, if you permit me, I will take that man out. I will take that lady out. നിങ്ങളിലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തിയെ ഞാൻ കാണുന്നു. എൻ്റെ ചെറിയ അഡ്വൈസ് എന്ന ചുറ്റിക കൊണ്ട്, എൻ്റെ സൂത്രങ്ങൾ കൊണ്ട്, ഉളിയാകുന്ന സൂത്രങ്ങൾ കൊണ്ട് ഞാനതിനെ പുറത്തെടുക്കട്ടെ. അതിനായി നിങ്ങൾ തയ്യാറാണോ? അതിനായി കുറച്ച് സമയം ചെലവഴിക്കാൻ നിങ്ങൾക്കാകുമോ? എങ്കിൽ യു ക്യാൻ ജോയിൻ us. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ലോകത്തെ കീഴടക്കുവാൻ, ഈ ലോകത്തെ മാറ്റിമറിക്കുവാൻ, ഈ ലോകത്തിൽ ശിവമായിരിക്കാൻ നമുക്ക് ഒന്നിച്ച് അണിചേരാം. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. There is a saying in English, a man who doesn't have an aim will work under a man who has an aim. ലക്ഷ്യമില്ലാത്ത മനുഷ്യനാണ് നിങ്ങളെങ്കിൽ ലക്ഷ്യമുള്ളവൻ്റെ കീഴിൽ പണിയെടുക്കേണ്ടി വരും, അവൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും. സോ ഹാവ് an aim. ലക്ഷ്യത്തെ സാധൂകരിക്കണമെങ്കിൽ ഇംഗ്ലീഷിനെയും നമുക്ക് ഒഴിച്ചു നിർത്തുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പാസ്പോർട്ട് ടു യുവർ സക്സസ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ടുഗദർ വി ക്യാൻ ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. A flight takes off without destination. What will happen? ആ പറന്നുയർന്ന സ്ഥലത്ത് പോലും അതിന് തിരിച്ചിറങ്ങുവാൻ കഴിയില്ല. അത് ലക്ഷ്യസ്ഥാനം കിട്ടാതെ ആകാശത്ത് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു ലക്ഷ്യസ്ഥാനമാകുന്നത് വരെ ആകാശത്ത് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതം അങ്ങനെയാണോ? ലക്ഷ്യമില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണോ? അങ്ങനെയെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ ഫ്യൂവൽ തീരും, ആ ഫ്ലൈറ്റിൻ്റെ ഫ്യൂവൽ തീരും,
ആ ഏവിയേഷൻ പെട്രോൾ തീരും, ഇറ്റ് വിൽ ക്രാഷ് ലാൻഡ്, അത് താഴേക്ക് വീഴും. അതുപോലെ നമ്മുടെ ജീവിതവും ക്രാഷ് ലാൻഡ് ആകും. അത് വീഴുന്നത് എവിടെയാണെന്നാകില്ല, ചിലപ്പോൾ പൊടി പോലും കണ്ടുപിടിക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ. അതുകൊണ്ട് മാറാം, നമുക്കൊന്നിച്ചു മാറാം. മതി ഇത്രയും നാൾ ഇതുപോലെ ജീവിച്ചത്. ഇനി മാറ്റത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇനിയുള്ള ദിനങ്ങൾ മാറ്റത്തിനുള്ളതാകട്ടെ. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. വലിയ വെള്ളച്ചാട്ടങ്ങളിൽ വെള്ളം പാഞ്ഞൊഴുകുമ്പോൾ അതിനോടൊപ്പം ആനയുടെ ജഡവും ഒഴുകിപ്പോകാറുണ്ട്. ആ ജഡം ഒഴുകിപ്പോകുമ്പോൾ ആനയ്ക്ക് ഒന്നും ചെയ്യാനില്ല. ആ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ആനയും പോകുകയാണ്. ആ വെള്ളത്തിനൊഴുക്കിനനുസരിച്ച്. എന്നാൽ ആ വെള്ളത്തിലെ വെറും പരൽ മീനുകൾ അങ്ങനെയാണോ? ആ പരൽ മീനുകൾ അങ്ങനെയാണോ? അല്ല, ഒരിക്കലുമല്ല. അത് ഒഴുക്കിനൊത്ത് നീന്തും. അതിനൊന്ന് എതിരെ നീന്തണമെങ്കിൽ ആ പരൽ മീന് ശക്തിയുണ്ട്, അതിന് ജീവനും വേണം. അതിന് വലിയ ആളാവണമെന്നില്ല, അതിന് സമ്പത്ത് വേണമെന്നില്ല, അതിന് വിദ്യാഭ്യാസം വേണമെന്നില്ല. മാറാനുള്ള ചങ്കൂറ്റം മതി. മാറാനുള്ള അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ തിരിച്ച് പരൽ മീൻ ആ ഒഴുക്കുള്ള വെള്ളത്തിൽ തിരിച്ച് എതിരെ നീന്തുന്നത് പോലെ നമുക്കൊന്നിച്ച് നീന്തുവാൻ സാധിക്കും. ആന വരുന്നത് വെള്ളത്തിൽ കിടക്കുന്ന പൊങ്ങുതടി പോലെയാണ്. അത്ര വലിയ ഭീമാകാരമായ ജീവിയാണെങ്കിലും ഒരു പൊങ്ങുതടി വെള്ളത്തിലൂടെ ഒഴുകുന്നത് പോലെയാണ് ഈ ആന വെള്ളത്തിലൂടെ പോകുന്നത്. ഒരു ഫ്ലോട്ടിന് ഒരിക്കലും വെള്ളത്തിൻ്റെ ഒഴുക്കിനെതിരെ നീന്താൻ സാധിക്കില്ല. പക്ഷെ ബോട്ടിന് അങ്ങനെയാണോ? ബോട്ട് അങ്ങനെയല്ല. സോ യു മസ്റ്റ് ബി എ ബോട്ട്, മസ്റ്റ് നോട്ട് ബി എ ഫ്ലോട്ട് ഇൻ യുവർ ലൈഫ്. ബോട്ട് എന്ന് പറയുന്നത് അതിന് എങ്ങോട്ട് വേണേ, അതിന് കുറുകെ പോകാം, അതിന് വെള്ളത്തോടൊത്ത് പോകാം, അതിന് വെള്ളത്തിനെയും എതിരെ പോകാം. ബട്ട് ഇഫ് യു ആർ എ ഫ്ലോട്ട് യു കാൻ ഡു ദാറ്റ്. നീ ഫ്ലോട്ടായി വെള്ളത്തിലൂടെ ഒഴുകിയാൽ വാട്ട് വിൽ ഹാപ്പൻ? എവിടെയെങ്കിലും തടഞ്ഞു നിർത്തും നിന്നെ. എവിടെയെങ്കിലും ഒരു കുറ്റിച്ചെടിയിൽ പോലും നീ തടഞ്ഞു നിൽക്കും. അവിടെ നിന്ന് പോലും നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ചിലപ്പോൾ കാറ്റിൻ്റെ സഹായത്തോടെ ആ കുറ്റിച്ചെടിയിൽ തടഞ്ഞു നിൽക്കുന്ന നിന്നെ, ആ കുറ്റിച്ചെടിയിൽ തടഞ്ഞു നിൽക്കുന്ന എന്നെ ചിലപ്പോൾ കാറ്റ് രക്ഷപ്പെടുത്തിയേക്കാം. പക്ഷേ അങ്ങകലെ വലിയൊരു തടസ്സമുണ്ടെന്ന് ആരും അറിയുന്നില്ല. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്തൊരു തടസ്സം ആ ഒഴുക്കിൽ എവിടെയെങ്കിലും ഉണ്ടാകും. അവിടെ നമ്മൾ തീരും. അതുകൊണ്ട് ചത്ത ആനയല്ല ഒരു പരൽമീനാകുക, ഒരു ഫ്ലോട്ടല്ല ഒരു ബോട്ടാകുക. Though we are small, we have to be powerful. Are you ready to be a small fish in the water? To live in the water? Then you can follow me. We are going to conquer this English ocean. Thank you very much. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം.